ഉണ്ണിയമ്പത്ത് അബ്ദുൽ ഖാദർ ഹാജിയുടെയും കരുവാത്ത് പാത്തുമ്മയുടെയും മകളായി മലപ്പുറം ജില്ലയിൽ വെട്ടത്തൂർ പഞ്ചായത്തിലെ കാപ്പ് എന്ന ദേശത്താണ് ജനിച്ചത്. ഖദീജ ഉണ്ണിയമ്പത്ത് GUPS കാപ്പ്, GHS വെട്ടത്തൂർ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിംഗ് കോളേജിൽ നിന്ന് BEdും പൂർത്തിയാക്കി. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ താമസിച്ച് മഞ്ചേരി യതീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം സാമൂഹ്യശാസ്ത്ര അധ്യാപികയായി വിരമിച്ചു. ഇതിനിടയിൽ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഈയിടെയാണ് അമ്മ മലയാളം അവാർഡിന് ഖദീജ ടീച്ചർ അർഹയായത്. വണ്ടൂർ ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന അബ്ദുറഹ്മാൻ ഭർത്താവും നിഷാന, റൂന എന്നിവർ മക്കളുമാണ്. നമസ്കാരം. നമ്മുടെ സ്കൂളിലെ പ്രിയ എഴുത്തുകാരി ഖദീജ ടീച്ചറുമായുള്ള അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ടീച്ചർ എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്? അതിന് ഉണ്ടായ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ? പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എഴുതാനും വായിക്കാനും വളരെ താല്പര്യമായിരുന്നു. അന്ന് ഞാനിങ്ങനെ എൻ്റെ നോട്ട്ബുക്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കവിതകളും കഥകളും ഒക്കെ എഴുതുമായിരുന്നു. പക്ഷെ ഞാൻ ആരെയും അത് കാണിച്ചിട്ടില്ലായിരുന്നു, എവിടെയും പബ്ലിഷ് ചെയ്ത് ശ്രമിച്ചിട്ടുമില്ല. പിന്നെ കുടുംബം, കല്യാണം, അങ്ങനെ പഠിപ്പ്, ജോലി ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നീട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ സജീവമായ സമയത്താണ് ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥകളിലേക്കൊക്കെ വരികയും അത് പ്രസിദ്ധീകരിക്കാനും ഒക്കെ ആരംഭിച്ചു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കാലാണല്ലോ. അപ്പോൾ എഴുത്തിനും വായനക്കൊക്കെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. അപ്പൊ എന്താണ് ടീച്ചർക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പോഴും എഴുത്തും വായനയും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എഴുത്തും വായനയൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് വായിക്കാനൊക്കെയുള്ള മോഡേൺ ടെക്നോളജികൾ അവൈലബിൾ ആണ്. ഡിജിറ്റൽ വായനയ്ക്ക് ഇന്ന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വായിക്കുന്നുണ്ട്. എഴുത്തും അതുപോലെ ധാരാളം എഴുതാനുള്ള അവസരം ഇന്ന് നമുക്ക് ലഭ്യമാണ്. ടീച്ചർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളല്ലേ? അപ്പോൾ ടീച്ചറെ കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? അങ്ങനെ ഞാൻ കുറെ വായിക്കാറുണ്ട്. കിട്ടുന്നൊക്കെ വായിക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. അപ്പോൾ വളരെ കൂടുതൽ സ്വാധീനിച്ച പുസ്തകം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉള്ള ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയാം. ധാരാളം പുസ്തകങ്ങളുണ്ട്. ഒന്ന് APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകമാണ്. ഈ അഗ്നിച്ചിറകുകളുടെ ഒരു സാരാംശം എന്താണ് എന്ന് പറഞ്ഞത്? അഗ്നിച്ചിറകുകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ആ പുസ്തകം. അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വഴികളെ കുറിച്ചും അതുപോലെ നമ്മളൊക്കെ സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി ഒരു സൊസൈറ്റിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ് അദ്ദേഹം സേവനം ചെയ്തിട്ടുള്ളത്, അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളതെന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകം വായിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയൊക്കെയുള്ള കുട്ടികൾ വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. അത് നമുക്ക് ധാരാളം പ്രചോദനം തരും. ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകാനുള്ള ഒരു വഴിത്തിരിവാകും ആ പുസ്തകം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ടീച്ചർ ഈയിടെയായി എഴുതിയ പുസ്തകങ്ങളാണല്ലോ ഈ ചിപ്പിലി, സർഗസി എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണ് അതിന്റെ ഒരു പ്രമേയം എന്ന് പറയാൻ പറ്റും? ചിപ്പിലിയും സർഗസിയും രണ്ടും കഥാസമാഹാരങ്ങളാണ്. ചിപ്പിലിയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. 2019 ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഇതിലെ കഥകൾക്ക് ഞാൻ പ്രമേയമാക്കുന്നത് സാങ്കല്പികമായിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ആളുകളെയും പരിസരങ്ങളെയും ഒക്കെയാണ് ഞാൻ അതിൽ പ്രമേയാക്കിയിട്ടുള്ളത്. എൻ്റെ ജീവിത പരിസരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കഥാപാത്രങ്ങളെയാണ്. അതായത് വേറിട്ട് നിൽക്കുന്ന ആളുകളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും. അവരുടെ വേദനകൾ, അവരുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ
മനസ്സിലാക്കിയിട്ട് അതിനെ കഥകളാക്കാൻ ഞാൻ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളൂ. ഈയിടെയായിട്ട് ടീച്ചർക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടില്ലേ, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ എഴുത്തിലേക്ക് വരുന്നതിന് ഒരു അവാർഡിലൂടെയാണെന്ന് പറയാം. അതായത് ഞാൻ കൂടുതൽ കഥകളും പ്രസിദ്ധീകരണങ്ങൾക്ക് അയച്ചു കൊടുക്കുകയോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. 2017 ഒരു മത്സരം വിളിച്ചപ്പോൾ നമ്മുടെ കരുവാരക്കുണ്ട് പ്രതിഭാ ഗ്രന്ഥശാല അവര് സ്റ്റേറ്റ് ലെവലിൽ ഒരു മത്സരം നടത്തുകയുണ്ടായി. അപ്പൊ അതിലേക്ക് ഞാൻ എൻ്റെ ഒരു കഥ അയച്ചു കൊടുത്തു. അപ്പൊ അതില് 200 കഥകളിൽ നിന്ന് സെലക്റ്റഡ് ആയ 10 കഥകളില് ഒന്ന് എൻ്റെ നാരങ്ങ മിഠായി എന്ന കഥയായിരുന്നു. അപ്പോൾ ആ ഒരു അംഗീകാരം, അതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ്. അതെനിക്ക് വളരെ പ്രചോദനാത്മകമായിരുന്നു. വീണ്ടും ഞാൻ എഴുതാൻ തുടങ്ങി, എഴുത്തു തുടർന്നു. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ KST അധ്യാപക സംഘടന നടത്തിയ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, സംസ്ഥാന തലം വരെ പോയിട്ടുണ്ട്. പിന്നെ ചിപ്പിളിയിലെ കഥകൾക്കും സരഗസിയിലെ കഥകൾക്കും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ സരഗസി എന്ന കഥയ്ക്ക് ആലപ്പുഴയിലെ പുന്നപ്ര ഫൈൻ ആർട്സ് എന്ന സംഘടനയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സരഗസി എന്ന പുസ്തകത്തിന് ഇപ്പോൾ അവസാനം തിരുവനന്തപുരത്തുള്ള അമ്മ മലയാളം സാഹിത്യവേദിയുടെ അവരുടെ ഒരു സംഘടനാ നേതാവായിരുന്ന റഷീദ് ഖാന്റെ അനുസ്മരണാർത്ഥം നടത്തിയ കഥാ സമാഹാര മത്സരത്തില് ആദ്യത്തെ മത്സരത്തില് എൻ്റെ സരഗസി എന്ന പുസ്തകത്തിനായിരുന്നു അവാർഡ് കിട്ടിയത്. 20,000 രൂപയും പ്രശസ്തി പത്രവും അംഗീകാരങ്ങളൊക്കെ എനിക്ക് കിട്ടേണ്ടായി. അങ്ങനെ ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവാർഡുകളെക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന എൻ്റെ കഥ എഴുതുകയും അതുപോലെ ആളുകൾ അത് വായിക്കുകയും ചെയ്യണമല്ലോ എന്നുള്ളതാണ്. അവാർഡുകൾക്ക് വലിയൊരു പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ അയച്ചു കൊടുക്കുന്നു, കിട്ടുന്നു, കിട്ടിയ സന്തോഷം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റവർക്കൊക്കെ കിട്ടണമല്ലോ. അതിനേക്കാളുപരി എൻ്റെ പുസ്തകം അവിടേക്ക് എത്തുകയും ആളുകളുടെ വായനക്കാരുടെ കയ്യിലെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കാറുള്ളത്. ഇന്നത്തെ സമൂഹത്തിലുള്ള യുവതലമുറയോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? യുവതലമുറയോട് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. അതിൽ ഏറ്റവും അവസാനത്തെ നമ്മളെ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കുട്ടികളും യുവാക്കളൊക്കെ ലഹരിയുടെ ഒരു പിടിയിലാണ് അല്ലേ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഈ ലഹരി എന്ന് പറയുന്നത് പലതരം ലഹരിയുണ്ട്. നമ്മളിപ്പോ ഈ നാർക്കോട്ടിക്സ് ഒരു ലഹരിയാണ്, അതുപോലെ MDMA, ഇങ്ങനെ പല ലഹരികളുണ്ട്. ഇന്ന് അതാണ് നമ്മൾ രീതിപ്പെടുത്തുന്ന ഒരു കാര്യം. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഈ ലഹരിയെ അത് വഴിതിരിച്ച് നമുക്ക് വിടാൻ പറ്റും. അതായത് വായന നമുക്ക് ലഹരിയാക്കാം അല്ലെ, പലതരം കളികളെ നമുക്ക് ലഹരിയാക്കാം, എഴുത്തിനെ ലഹരിയാക്കാം, അതുപോലെ സാമൂഹ്യ സേവനം ലഹരിയാക്കാം. ഇങ്ങനെയൊക്കെ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ യുവതലമുറയുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ലഹരികളിലൂടെ പോയി കഴിഞ്ഞാൽ അത് നമുക്കും ഗുണം ചെയ്യും, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനും അത് ഗുണം ചെയ്യും. നമ്മുടെ ഭാവിയെ, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ കുട്ടികളുടെ കൈകളിലാണ് അല്ലെ, യുവ തലമുറയുടെ കൈകളിലാണ്. അത് മെച്ചപ്പെട്ടതായി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങളെ ഈ താല്പര്യത്തെ തിരിച്ചുവിടാൻ നമുക്ക് ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. ടീച്ചറുടെ വിലയേറിയ അഭിപ്രായങ്ങളും സമയവും ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ മക്കളെ, എനിക്കും വളരെ സന്തോഷമായി നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും നിങ്ങളോട് സ്നേഹപൂർവ്വം നിങ്ങളോട് നന്ദി പറയുകയാണ്.